ഹരേ കൃഷ്ണ. അവതാരിക തുടരുന്നു. അഭയ് തൻ്റെ ഗുണദോഷങ്ങളിലൂടെ ജാഗ്രതയോടെ കണ്ണോടിച്ചു. സന്യാസം സ്വീകരിക്കുന്നത് വഴി ഒരു വൈഷ്ണവൻ തൻ്റെ ശരീരവും മനസ്സും കർമ്മവും പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിനായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റെല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ഇതൊക്കെയായിരുന്നു അഭയ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സന്യാസം സ്വീകരിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തിക്കായി തൻ്റെ സ്ഥാനം ദൃഢപ്പെടുത്തുന്നതിനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ചൈതന്യം പകരാനും കഴിയുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. വേദശാസ്ത്രങ്ങളും പൂർവികാചാര്യന്മാരുടെ പാതയും ഈ വഴിക്കു തന്നെ വിരൽ ചൂണ്ടുന്നു. ഒരു ധർമ്മപ്രചാരണ പ്രസ്ഥാനം സ്ഥാപിച്ച് അതിനെ നയിക്കേണ്ട വ്യക്തി തീർച്ചയായും സന്യാസം എടുത്തിരിക്കണമെന്നതാണ് ശാസ്ത്ര നിയമം. തുടക്കത്തിൽ അഭയ്ക്ക് അത് അംഗീകരിക്കാൻ വിഷമമുണ്ടായിരുന്നുവെങ്കിലും രണ്ടാമട്ടം ആലോചിച്ചപ്പോൾ സ്വന്തം സമീപനം മാറിവരികയായിരുന്നു. തൻ്റെ ആത്മീയ സഹോദരനും മധുരയിൽ നിവാസിച്ചു പോന്നിരുന്ന സന്യാസിയുമായിരുന്ന കേശവ മഹാരാജുമായി പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അഭയ് ഉടൻ തന്നെ സന്യാസം സ്വീകരിക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. പിൽക്കാലത്ത് ശ്രീല പ്രഭുപാദർ ഇങ്ങനെ ഓർത്തു: വൃന്ദാവനത്തിൽ ഞാൻ ഏകനായിരുന്ന് എൻ്റെ രചനകളിൽ മുഴുകി കഴിയുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആത്മീയ സഹോദരൻ എന്നെ നിർബന്ധിച്ചു: ഭക്തിവേദാന്ത പ്രഭു, താങ്കൾ ഇത് സ്വീകരിച്ചേ മതിയാകൂ. സന്യാസാശ്രമം സ്വീകരിക്കാതെ ആർക്കും ഒരു പ്രചാരകനാവാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിലൂടെ എന്നെ നിർബന്ധിച്ചത് എൻ്റെ ഗുരുനാഥൻ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അതിനു തയ്യാറായി, മനസ്സില്ലാ മനസ്സോടെ എങ്കിലും. വൃന്ദാവനത്തിൽ ആധികാരികമായി നടത്തപ്പെട്ട ഒരു ദീക്ഷാ ചടങ്ങിൽ അഭയ് സന്യാസം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാമധേയം അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി എന്നായി. എന്നാൽ തൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല തന്നെ. അദ്ദേഹം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കേൾക്കുവാനോ ചുരുക്കം ചിലർ മാത്രം. സന്യാസം സ്വീകരിച്ചുവെന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷേ ഒരു പ്രധാന മാറ്റമുണ്ടായി. ഭക്തിവേദാന്ത സ്വാമി പുസ്തകങ്ങൾ എഴുതാൻ തീരുമാനിച്ചു. ഒരു ലൈബ്രറി നടത്തിപ്പുകാരനാണ് അദ്ദേഹത്തോട് പുസ്തകങ്ങൾ എഴുതുവാൻ പറഞ്ഞത്. കാരണം മാസികകളും പത്രങ്ങളുമെല്ലാം ഒരിക്കൽ വായിച്ച ശേഷം വലിച്ചെറിയുകയാണ് പതിവ്. എന്നാൽ ഒരു പുസ്തക രൂപത്തിലാണെങ്കിൽ അതിൻ്റെ ജീവിതകാലം വളരെയേറെ നീണ്ടതായിരിക്കും. ഈ വ്യക്തിയിൽ നിന്ന് കിട്ടിയ അഭിപ്രായം തൻ്റെ ആത്മീയ ആചാര്യനിൽ നിന്നു വന്ന വിലപ്പെട്ട നിർദ്ദേശമായി അദ്ദേഹം കരുതി. ഈ വ്യക്തിയിലൂടെ തൻ്റെ ഗുരുദേവനാണ് ഇത് നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് ഭഗവത് സന്നിധിയിലേക്ക് എന്ന മാസിക വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ ആർമി ഓഫീസറും ഇതേ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടവസരങ്ങളിലും തൻ്റെ ഗുരുവിൻ്റെ ഉപദേശം എന്ന നിലയിൽ കണ്ട് അദ്ദേഹം ആ വാക്കുകളെ മനസ്സാവരിച്ചു. ഭക്തിവേദാന്ത സ്വാമി ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് അവലോകനം ചെയ്യാൻ തുടങ്ങി. വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഭഗവത്ഗീത വേദവിജ്ഞാനത്തിൻ്റെ സാരസംഗ്രഹമാണെങ്കിലും അതിൽ കൃഷ്ണാവബോധം ഹരിശ്രീ കുറിക്കുന്ന മട്ടിൽ ചുരുക്കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ ശ്രീമദ് ഭാഗവതം ഇതേ തത്വത്തെ വിശദമായി വിവരിക്കുന്നു. ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതിയും ഭക്തിവിനോദ് ഠാക്കൂറും ബംഗാളി ഭാഷയിൽ ഭാഗവത വ്യാഖ്യാനം തയ്യാറാക്കിയിരുന്നു. വാസ്തവത്തിൽ പ്രാചീന കാലത്തെ വൈഷ്ണവ ആചാര്യന്മാർ ഏകദേശം എല്ലാവരും തന്നെ അമലപുരാണമാകുന്ന ഭാഗവതത്തിന് വ്യാഖ്യാനങ്ങൾ നൽകിയിരുന്നു. ഈ പുണ്യഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും വ്യാഖ്യാനവും ഒരുപക്ഷെ ലോകത്തിലെ മുഴുവൻ ജനതയുടെയും ഹൃദയപരിവർത്തനത്തിന് സഹായിച്ചേക്കാം. കൂടാതെ മറ്റു ചില പുസ്തകങ്ങളും രചിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ കൂടുതൽ ഊഷ്മളമാകും. ഇനി വിദേശത്തിൽ ചെന്നുള്ള പ്രചാരണത്തിന് പോലും ഇതൊരു മുതൽക്കൂട്ടാകും. മാത്രമല്ല, ഇവ പ്രസിദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ ആരുടെയും മുന്നിൽ പിന്നീട് വെറും കൈയോടെ നിൽക്കേണ്ടതായി വരികയുമില്ല. ഈ പുതിയ ലക്ഷ്യവുമായി ഭക്തിവേദാന്ത സ്വാമി ഡൽഹിയിൽ മടങ്ങിയെത്തി. ഇന്ത്യയിലെ പത്രങ്ങളുടെയും അച്ചടിയുടെയും കേന്ദ്രം അന്ന് പഴയ ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് എന്ന സ്ഥലമായിരുന്നു. തൻ്റെ പുസ്തകം അച്ചടിക്കുന്നതിനും മറ്റും അവിടുത്തെ താമസം വളരെയധികം സൗകര്യപ്രദമായിരിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. പണ്ട് പ്രിന്റിംഗ് കാര്യങ്ങൾക്കായി പരിചയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ ശുപാർശ പ്രകാരം ചാന്ദിനി ചൗക്കിനടുത്തു സ്ഥിതി ചെയ്യുന്ന രാധാകൃഷ്ണ ക്ഷേത്രത്തിലെ ഒരു മുറി ക്ഷേത്ര ഉടമയിൽ നിന്ന് വാടകയൊന്നും കൂടാതെ ഭക്തിവേദാന്ത സ്വാമിയുടെ ഉപയോഗത്തിനായി ലഭിച്ചു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്നു താമസിക്കുന്ന തിരക്ക് പിടിച്ച ചിപ്പിവാഡ എന്ന സ്ഥലത്തായിരുന്നു. ഇനിയിപ്പോൾ ഭക്തിവേദാന്ത സ്വാമിക്ക് സ്വച്ഛാനുസാരം വൃന്ദാവനത്തിലോ ഡൽഹിയിലോ താമസിച്ചു പ്രവർത്തിക്കാം എന്നായി. ഒരു പുതിയ ഉണർവോടെ അദ്ദേഹം സംഭാവനകൾ ശേഖരിക്കുകയും ഭഗവത് സന്നിധിയിലേക്ക് എന്ന മാസികയുടെ പ്രസിദ്ധീകരണം തുടരുകയും അതോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും വ്യാഖ്യാനവും തയ്യാറാക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. തുടരും. ശ്രീ രാധേ.